ഹായ് ഗേസ്, വെൽക്കം ടു ആര്യരാജ്. നമ്മളെ 3 ദിവസത്തെ ടൂറിന് വേണ്ടി ഇറങ്ങുകയാണ്. എല്ലാ വിശേഷങ്ങളും പിന്നാലെ വരുന്നതാണ്. ഓക്കെ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നും 7:30 മണിക്കുള്ള ട്രെയിൻ കയറി പിറ്റേ ദിവസം 8:30 മണിയായപ്പോൾ മംഗലാപുരത്ത് എത്തി. അവിടെ നിന്നും ട്രെയിൻ ഇറങ്ങുന്ന തിരക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കണ്ടേ. ഞാൻ, എൻ്റെ 2 അനുജത്തിമാര്, സഹോദരൻ്റെ ഭാര്യ, ചെറുമക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അങ്ങനെ എൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും ഈ ടൂറിൽ പങ്കെടുത്തു. കുറച്ച് പേര് ബാംഗ്ലൂരിൽ നിന്നാണ് വന്നത് കേട്ടോ. അവർ വന്നിട്ട് ഞങ്ങൾ വീണ്ടും ടൂറിസ്റ്റ് ബസ്സിൽ ഒരുമിച്ചുള്ള യാത്ര അങ്ങ് തുടങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത് കേട്ടോ. എല്ലാവരുടെയും സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. ഡാൻസും പാട്ടും കൂത്തും ബഹളവും എന്തൊക്കെ ആയിരുന്നു. ഒന്ന് കാണേണ്ടത് തന്നെ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷമാണ്. അവിടെ എത്തിയതിനു ശേഷം ഞങ്ങൾ റൂമിലോട്ട് പോയി കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. മഴയാണെങ്കിലും ഭയങ്കര മഴയും. 1/2 മണിക്കൂറോടെ ഞങ്ങൾ വെള്ളത്തിൽ തന്നെയാണ് നിന്നത്. തറയിലൊക്കെ അങ്ങ് തോട് പോലെ ഒഴുകുകയായിരുന്നു. എന്ത് രസമായിരുന്നോ ഈ വെള്ളത്തിൽ തന്നെ നിന്ന് നമ്മുടെ പാവങ്ങളൊക്കെ കഴുകിക്കളയും പോലെ. അതിന് ശേഷം പോയി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന് പറയുന്നതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ദർശനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സൗവർണിക നദിയിലോട്ട് പോയി. നദിയിലാണെങ്കിൽ ഇപ്പോൾ ആളെ ഒന്നും ഇറക്കാറില്ല കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ നദിയിലിറങ്ങി കാലൊക്കെ കഴുകുമായിരുന്നു. ഇപ്പോൾ അതിനൊന്നും സമ്മതിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര മഴയും ഭയങ്കര ഒഴുക്കും വെള്ളത്തിനും. അതും കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു. എല്ലാവരും റെയിൻ കോട്ടുകളും വാങ്ങി നദിയും കണ്ട് ആസ്വദിച്ച് തിരിച്ച് വീണ്ടും റൂമിലോട്ട് വന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ നിന്ന് വീണ്ടും അടുത്ത് മുരുടേശ്വര ക്ഷേത്രം കാണാനായിട്ട് പുറപ്പെട്ടു. ടൂറിസ്റ്റ് വണ്ടിയിലാണ് വീണ്ടും ഞങ്ങൾ പോയത് കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അവിടെ ചെന്ന് നിന്നുകൊണ്ട് മേളിലോട്ട് നോക്കിയപ്പോൾ അവിടുത്തെ ക്യൂ കണ്ടപ്പോൾ നമ്മൾ അന്തിച്ചു പോയി. എന്തായാലും നമുക്ക് കയറാൻ പറ്റുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഞങ്ങൾ അങ്ങനെ തിരിച്ചിറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞ് കുഴപ്പമില്ല, 1:30 മണി വരെ ആൾക്കാർ കയറ്റുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒന്ന് ശ്രമിക്കൂ, നിങ്ങൾ അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ വിട്ടത് കാരണം ഞങ്ങൾ ക്ഷേത്രത്തിലോട്ട് ക്യൂവിൽ പോയി. ബാക്കി വിശേഷങ്ങളുമായിട്ട് പാർട്ട് 2 വരുന്നതാണ്. അതുവരെ ബായ്.